ഹായ് എവരിവൺ, മൂഗ് റൈഡറപ്പിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് ഡൊസേറ എന്ന പ്രൊജക്റ്റിൻ്റെ നോഡ് റൺ ചെയ്യാനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് പി സിയിൽ റൺ ചെയ്യാം, മൊബൈലിൽ റൺ ചെയ്യാം. പി സിയിൽ റൺ ചെയ്യുകയാണെങ്കിൽ വി പി എസ് വെച്ച് റൺ ചെയ്യാം, വി പി എസ് ഇല്ലാണ്ട് റൺ ചെയ്യാം. ഫോണിൽ റൺ ചെയ്യണമെങ്കിൽ വി പി എസ് എന്തായാലും മസ്റ്റാണ്. അപ്പോൾ വി പി എസിന് ഒരു $6 കോസ്റ്റ് വരും. പക്ഷെ നല്ല എളുപ്പത്തിൽ റൺ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സ്പെക്സ് റിക്വയർമെൻറ്റ്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതിന് നമ്മൾ ലാപ്ടോപ്പിൽ വി പി എസ് ഇല്ലാണ്ട് റൺ ചെയ്യുകയാണെങ്കിലും ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ കോഡിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, എന്തെങ്കിലും വല്ല സെക്യൂരിറ്റി ബ്രീച്ച് എങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ ഡിവൈസിലുള്ള എല്ലാ സെൻസിറ്റീവ് ഇൻഫർമേഷൻസും പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വി പി എസ് വെച്ച് മാത്രം റൺ ചെയ്യുക. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോ എങ്ങനെയാണ് വി പി എസ് മേടിക്കേണ്ടത്, എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, ഫോണിൽ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, പി സിയിൽ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വി പി എസ് ഇല്ലെങ്കിൽ റൺ ചെയ്യേണ്ടത്, പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെ റൺ ചെയ്യാനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അത് നിങ്ങൾ ആദ്യം വാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റിൻ്റെ ഇതിലേക്ക് എടുക്കാം. അപ്പോൾ 4.75 മില്യൺ റൈസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ്. നിങ്ങൾക്ക് നോക്കി കാണാം, വളരെ ചെറിയ സ്പെക്സ് മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മേടിക്കാമെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം. നോഡ് മേടിക്കണത്, നോഡല്ല വി പി എസ്. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് തന്നെ വേഗം ഇതിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് മുന്നേ ഉണ്ട്. റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആവശ്യമായ ഒരു കാര്യങ്ങളാണ്, നമുക്ക് ആദ്യം ഒരു പുതിയ മെറ്റമാസ്ക് വാളറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം, ആഡ് അക്കൗണ്ട്, ഇതേറിയം അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും നെയിം കൊടുത്ത ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ അഡ്രസ്സ് നമുക്ക് ആവശ്യമുണ്ട്. അത് ഇവിടെ വന്നിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിന് ശേഷം ആവശ്യമുള്ളതിൻ്റെ പ്രൈവറ്റ് കീ ആണ്. അതിവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ അവിടെ ഷോ പ്രൈവറ്റ് കീ കൊടുത്തിട്ട് പാസ്വേഡ് അടിച്ച പ്രൈവറ്റ് കീ വരും. അതും കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക എവിടെയെങ്കിലും സേഫ് ആയിട്ട്. ആർക്കെങ്കിലും അത് കിട്ടിയ നിങ്ങളുടെ അക്കൗണ്ട് പോവും. പിന്നെ പോരാത്തതിന് നിങ്ങളത് മറന്നു പോയാലും ആ അക്കൗണ്ട് പോവും. അപ്പോൾ സൂക്ഷിച്ച് വെക്കുക. പിന്നെ വേണ്ട കാര്യം ഗിറ്റ് ഹബാണ്. അപ്പോൾ ജസ്റ്റ് ഗിറ്റ് ഹബ് എന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്യണ അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത മെയിൽ ഐ ഡി, ആ മെയിൽ ഐ ഡി എടുത്ത് വെക്കുക. പിന്നെ ഈ പ്രൊഫൈലിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഇതാണ് യൂസർ നെയിം. അപ്പോൾ ഈ യൂസർ നെയിം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതും എടുത്ത് എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം, നമുക്ക് ഹോട്ട്സ്കീ ഇതേറിയം ആവശ്യമാണ്. ഹോട്ട്സ്കീ ഇതേറിയം കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഹോട്ട്സ്കീ ഇതേറിയം ഫോസറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് നമുക്ക് വരും. ഇതാണ് 2 ഓപ്ഷൻസ്. ഒരെണ്ണം ഇതേറിയം ഹോട്ട്സ്കീ ഫോസറ്റ്. അതിൽ നമുക്ക് ഇതേറിയം ഹോട്ട്സ്കീ റിസീവ് ആക്കാൻ പറ്റും. ജസ്റ്റ് ഇവിടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലും ഇതിന് ഫോസറ്റ് ഫ്രീ ആയി കിട്ടും. നമുക്ക് സെലക്ട് ചെയ്യുക, അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് റിസീവ് അടിച്ചാൽ നമ്മുടെ കൂട്ടത്തിലേക്ക് വരും. ഞാൻ ഓൾറെഡി റിസീവ് ചെയ്തു. പിന്നെ അതിനും ഉപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോസറ്റാണിത്. അതായത് മൈനിങ് ചെയ്യണതാണ്, നമുക്ക് മൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഫോസറ്റ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അഡ്രസ്സ് ജസ്റ്റ് കോപ്പി ചെയ്യുക, ഇവിടെ പോവുക, അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക, വെരിഫിക്കേഷൻ വരും, സ്റ്റാർട്ട് മൈനിങ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും മൈനിങ് വരാം. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഇങ്ങനെ നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അത് നമുക്ക് കൂട്ടിയും കുറച്ചിടാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ ഫോൺ അല്ലെങ്കിൽ ലാപ്പ് പെട്ടെന്ന് ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഓൺ ആക്കുമ്പോഴേ എനിക്ക് ഇത്ര മൈൻ ചെയ്ത് കിട്ടി. അതായത് അത്രയും കൂടുതൽ വർക്കേഴ്സ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാപ്പൊക്കെ ഭയങ്കര ഹീറ്റ് ആവാനും 100% ഇതിലായിരിക്കും റൺ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഹീറ്റ് ആവണമെങ്കിൽ മെല്ലെ കുറച്ചിടുക, സേഫായിട്ട് ചെയ്യുക. സേഫായി കുറച്ചിട്ടാലും നമുക്ക് കുറച്ചുകൂടി ടൈം വെയിറ്റ് ചെയ്താലും ഉണ്ടാവും, ഈസി ആയിട്ട് നമുക്ക് ഇത് മൈൻ ചെയ്ത് കിട്ടും. ഇവിടെ ഒരു 5 ആവണ വരെ നിങ്ങൾ മൈൻ ചെയ്യുക. 5 ആയി കഴിഞ്ഞാൽ ക്ലെയിം കൊടുക്കുക, ക്ലെയിം ചെയ്യുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ അത് ചെയ്ത് വെക്കുക. ഒരു 5 ഹോൾസ് കീതേറിയ മൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഇത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കുള്ള റിക്വയർമെൻറ്റ് ഐ പി അഡ്രസ്സാണ്. അപ്പോൾ ഐ പി അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വി പി എസിൽ ഒന്നല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാൻ പോണ ഈ കോഡ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. സെക്കൻഡ്, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഐ പി അഡ്രസ്സ് ഇവിടെ വരും. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തത് വർക്കായില്ല, വേറെ എന്തൊക്കെയാണ് വന്നത്. അപ്പോൾ വേറൊരു കോഡ് കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, ഞാൻ ഗ്രൂപ്പിലിടാം. കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ IP അഡ്രസ്സ്. ഈ IP അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മെയിൽ വരുമല്ലോ, മറ്റേ GPS-ൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇങ്ങനെ മെയിലിലേക്ക് എന്താണ് ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അപ്പോൾ അതിൽ IP അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ IP അഡ്രസ്സ് വെച്ചിട്ടും നിങ്ങൾക്ക് എന്താണ് ലോഗിൻ ചെയ്യാൻ പറ്റും. അത് രണ്ടും സെയിം IP അഡ്രസ്സ് ആയിരിക്കും. ഇതെൻ്റെ പഴയ VPSൻ്റെ സ്ക്രീൻഷോട്ടാണ്, അതാണ് വ്യത്യാസം. അപ്പോൾ അതും കൂടി ചെയ്യാം. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ എല്ലാ റിക്വയർമെൻറ്റ്സും കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി നമുക്ക് ഗൈഡിലേക്ക് പോകാം. ഈ ഗൈഡ് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ കോഡായിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അടുത്ത കോഡ് അടിക്കുക. നമ്മൾ വേഗത്തിലടിക്കും, കാരണം നമുക്ക് ടൈമില്ല. വീഡിയോ ഭയങ്കരമായി ലോങ് ആയി പോകും. അതിന് ശേഷം നിങ്ങൾ ഈ കമാൻഡ് അടിച്ചതിന് ശേഷം ഈ ഓരോരോ കമാൻഡായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് പോവാം. അങ്ങനെ ഇവിടെ വരെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിന് ശേഷമുള്ള സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ഇതിൽ നമ്മൾ ഈ കോഡ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ഗിറ്റ്ഹബിൻ്റെ ഇമെയിലും ഗിറ്റ്ഹബിൻ്റെ യൂസർ നെയിമും നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ ഞാൻ സ്റ്റെപ്പ് പോയി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളിത് എഡിറ്റ് ചെയ്തിട്ട് വേണം ബാക്കി ചെയ്യാൻ. ഇതിൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആ 2 സൈഡിലുള്ളത് കളയണം, നടുക്കിലത്തേത് മാത്രം കളഞ്ഞിട്ട് ഗിറ്റ്ഹബിൻ്റെ Gmail ID കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഓൾറെഡി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച VPSഉം അക്കൗണ്ടാണ്, അതുകൊണ്ട് വേറെ അക്കൗണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ റൺ ചെയ്യണേ. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക. എല്ലാം കറക്റ്റ് അല്ലേ നോക്കാം. ഡീറ്റെയിൽസ് മാറിപ്പോയി കഴിഞ്ഞാൽ അവസാനം പെടും. എൻ്റർ കൊടുക്കുക. ഓരോന്ന് വീണ്ടും റൺ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ 3x സ്ഥാനത്ത് നമ്മൾ പ്രൈവറ്റ് കീ കൊടുക്കണം. പ്രൈവറ്റ് കീ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു റിക്വയർമെൻറ്റിൽ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പ്രൈവറ്റ് കീ കൊടുക്കുക. എന്നിട്ട് ഇതിലൊന്ന് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇതെന്ത് എറർ വന്നിട്ട് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ അടിച്ച എന്താണ് മറ്റേ പ്രൈവറ്റ് കീയുടെ സ്റ്റെപ്പ് വീണ്ടും ട്രൈ ചെയ്യുക. കാരണം ഇത് RPC എറർ ആയതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. അല്ലാണ്ട് നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ കുഴപ്പമില്ല. അപ്പോൾ മുന്നത്തെ സ്റ്റെപ്പ് നമ്മൾ പ്രൈവറ്റ് കീ ആഡ് ചെയ്തിട്ടുള്ള ഈ സ്റ്റെപ്പില്ലേ, ഈ സ്റ്റെപ്പ് വീണ്ടും ട്രൈ ചെയ്യുക. ഇങ്ങനെ ഒരു സ്ക്രീൻ വരണ വരെ. ഇങ്ങനെ സ്ക്രീൻ വന്നാൽ OFC എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇങ്ങനെ സക്സസ്ഫുൾ ആവും. അപ്പോൾ ഇതിൽ നമ്മുടെ അഡ്രസ്സ് കാണാൻ പറ്റും. ഈ അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ Ctrl+Shift+C അമർത്തുക. എന്നിട്ട് ടെലഗ്രാമിൽ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷമുള്ള നമ്മുടെ സ്റ്റെപ്പ് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ മുന്നേ കണക്ട് ചെയ്തിട്ടുള്ള സെയിം വാളറ്റ് അതിൽ കണക്ട് ചെയ്യണം. കണക്ട് കൊടുക്കുക, MetaMask കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ വാളറ്റ് കണക്ട് ചെയ്യുക. ഈ വാളറ്റ് പുതിയത് ക്രിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്യുക. അതിനുശേഷം ട്രാപ്സ് ഓൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ട്രാപ്പ്. അപ്പോൾ ഈ ഒരു അഡ്രസ്സും സെയിം ആണ്, നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ
അതിനുശേഷം നമ്മൾ സെൻഡ് ബ്ലൂം ബ്ലാസ്റ്റ് കൊടുക്കുക. ഇതേറിയം വാല്യൂ കൊടുക്കുക. ഞാനൊരു ഇതേറിയം വാല്യൂ ഒരു 4.6 ആണ് കൊടുക്കണേ. കാരണം അതിനൊരു റീസൺ ഉണ്ട്. ട്രാൻസാക്ഷൻ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ അതിൽ പോയിട്ട് മൈൻ ചെയ്തെടുക്കണം. ഇത്രയെങ്കിലും കൺഫേം കൊടുക്കുക. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള കാരണം ഈ ബ്ലൂം ബൂസ്റ്റ് ആണ്. നമുക്കിതിൽ നോക്കി കാണാൻ പറ്റും ഹയസ്റ്റ് ബൂസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ 2 ഇതേറിയത്തിന് മേലെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു 3 ഇതേറിയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയെങ്കിലും മിനിമം ഡെപ്പോസിറ്റ് ചെയ്യുക. ഇത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പാണ് താഴെ വരാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കോഡ് റൺ ചെയ്യലാണ്. ഈ കോഡ് എടുക്കുക, ഇതിൽ കൊണ്ടുപോയിട്ട് റൺ ചെയ്യുക. നമുക്കിങ്ങനെ കാണാൻ പറ്റും ഡ്രാപ്സ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, എല്ലാം കറക്റ്റ് ആയിട്ട് ഇതുവരെ ചെയ്തത്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഈ സ്ക്രീനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാണ്ട്, കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. ഈ ഒരു കോഡ് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇതിൽ നമ്മൾ ഓപ്പറേറ്റർ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക് അഡ്രസ്സാണ്. പിന്നെ ഈ മുകളിലത്തെ സ്റ്റെപ്പ്, ഈ 2 സ്റ്റെപ്പ് നമ്മൾ അതിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഈ ഓപ്പറേറ്റർ അഡ്രസ്സിനുള്ള സ്ഥലത്ത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ പബ്ലിക് അഡ്രസ്സ് നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഈ അഡ്രസ്സ് കോപ്പി ചെയ്യാം, ഇതിൽ വരാം, ഇവിടെ പേസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും റിമൂവ് ചെയ്യേണ്ട, കോമയൊന്നും റിമൂവ് ചെയ്യേണ്ട. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റർഡിക്ക് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് കോപ്പി ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ പി എസിലേക്ക് വന്നിട്ട് താഴേക്ക് ആരോ കീ വെച്ചിട്ട് നാവിഗേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ലൈൻ മൊത്തം കളയാം. അതിനുശേഷം ഏറ്റവും താഴേക്ക് വന്നിട്ട് Ctrl+Shift+V അമർത്തിയിട്ട് അത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പ് ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യണം. നമുക്ക് സേവ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സേവ് ചെയ്യാനായിട്ട് നമ്മൾ Ctrl+O പ്രസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക, Ctrl+X പ്രസ് ചെയ്യുക. അപ്പോൾ എക്സിറ്റായി സേവ് ആവും. ഇതിൽ നിങ്ങൾ വീഡിയോ കാണാണ്ട് ചെയ്ത ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ സാധനത്തിൽ തെറ്റുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും അടിച്ചടിച്ചുകൊണ്ടിരിക്കും. ഞാൻ മുന്നേ ചെയ്ത് കുറേ പാടുപെട്ടിട്ടാണ് കണ്ടുപിടിച്ചത്, ശരിയാക്കിയത്. അപ്പോൾ നമ്മൾ അതടിച്ചിട്ട് സേവ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇതാണ്. ഇതിൽ വീണ്ടും നമ്മൾ നമ്മുടെ പ്രൈവറ്റ് കീ ആഡ് ചെയ്യണം. മുന്നത്തെ പോലെ തന്നെ ഈ 3x എന്നുള്ള സാധനം റിമൂവ് ചെയ്തിട്ട് നമ്മുടെ പ്രൈവറ്റ് കീ അതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. മിക്കവാറും അവിടെ ഇഷ്യൂ ആവാനാണ് ചാൻസ്. നമുക്ക് നോക്കാം. ഇപ്പോൾ വിചാരിച്ച പോലെ തന്നെ RPC എററാണ്. എറർ മുന്നത്തെ സെയിം എററാണ് വരണത്. അപ്പോൾ നിങ്ങൾ വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് സക്സസ് ആവണ വരെ ട്രൈ ചെയ്യുക. ഞാൻ വീഡിയോ വീണ്ടും പോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാ എൻ്റെ വീണ്ടും സക്സസ് ആയി. അത് RPC എറർ തന്നെയായിരുന്നു. OFC അടിച്ചിട്ട് എൻ്റർ അടിക്കുക. ഇതിൽ അവസാനം ഞാൻ RPC എങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റെപ്പ് കൂടി കാണിച്ചു തരാം. നമ്മൾ സെയിം അഡ്രസ്സാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ ഇതൊന്ന് റീഫ്രഷ് ചെയ്താൽ കാണാം. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, ഒന്നും കാണിക്കണില്ല. റീഫ്രഷ് ചെയ്താൽ കാണാം പ്രൈവറ്റിനുള്ളത് വരേണ്ടതാണ്. നമുക്ക് നോക്കാം സക്സസ് ആയിട്ടുണ്ടോന്ന്, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാം. ഇതാ അവിടെ ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ആ സ്റ്റെപ്പ് വരെ കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ 4.6 ഇതേറിയ ആയതുകൊണ്ട് നമുക്ക് ഫുൾ ബൂസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഓപ്റ്റിൻ എന്നുള്ളത് അമർത്തിയിട്ട് കൺഫേം ട്രാൻസാക്ഷൻ കൊടുക്കാം. എൻ്റർ കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത് വരുന്നത് കോപ്പി പേസ്റ്റ് ചെയ്യാം. സംഭവം സിമ്പിളാണ്, പക്ഷേ കുറേ സ്റ്റെപ്പുള്ളതുകൊണ്ട് തന്നെ വീഡിയോ ലോങ് ആയി പോകും. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ഇതിൽ നമ്മൾ പി വി കീ എന്നുള്ള സ്ഥലത്ത് പ്രൈവറ്റ് കീ കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത പ്രൈവറ്റ് കീ കൊടുക്കേണ്ട സ്ഥലത്തുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും അവസാനമാണ് നമുക്ക് പ്രൈവറ്റ് കീ കൊടുക്കേണ്ടത്. ഇതിൽ പി വി കീ എന്നുള്ള സ്ഥലത്ത് നമുക്ക് പ്രൈവറ്റ് കീ കൊടുക്കണം. പിന്നെ ഇവിടെ ഒരു ചേഞ്ച് കൂടി ഉണ്ട് നമുക്ക്. അത് ഞാൻ നോക്കിയിട്ട് പറയാം, സെക്കൻഡ്. തൽക്കാലം ഞാൻ പ്രൈവറ്റ് കീ മാത്രം മാറ്റിയിട്ടുള്ളൂ. മറ്റേ സ്റ്റെപ്പ് നമുക്ക് പിന്നീട് ചെയ്യാം. തൽക്കാലം പ്രൈവറ്റ് കീ മാത്രം മാറ്റിയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇവിടെ ഓപ്പറേറ്റർ രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് വീണ്ടും അടുത്ത സ്റ്റെപ്പ് ട്രൈ ചെയ്യാം. ഇതിന് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. നമ്മൾ മെത്തേഡ് 2 ആണ് യൂസ് ചെയ്യണത്. മെത്തേഡ് 2 നമുക്ക് ഇവിടെ കുറച്ചധികം എഡിറ്റിംഗ് വരുത്താണ്ട് നമുക്ക് ഇതിൽ പ്രൈവറ്റ് കീ ചേഞ്ച് ചെയ്യണം. വി പി എസിൻ്റെ IP അഡ്രസ്സ് ഞാൻ പറഞ്ഞിരുന്നു, അത് ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം പി സിയിലാണ് റൺ ചെയ്യണമെങ്കിൽ ഈ IP അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് ഈ 3 കൊടുത്താൽ മതി. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട. അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല സ്വന്തം പി സിയിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം കമാൻഡുകൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്ന് നോക്കാം. ഇതിൽ നമുക്ക് പ്രൈവറ്റ് കീ ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലം ഇവിടെയാണ്. പി വി കീ എന്ന സ്ഥലത്താണ് നമുക്ക് പ്രൈവറ്റ് കീ ചേഞ്ച് ചെയ്യാനുള്ളത്. അത് ചേഞ്ച് ചെയ്യണം. അതിനുശേഷം വി പി എസ് ഐ പി നമ്മളിത് ഇവിടെ സേവ് വെച്ചിട്ടുള്ള വി പി എസ് ഐ പി നമുക്ക് കാണാം. ഈ വി പി എസ് ഐ പി നമ്മൾ കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. പിന്നെ പ്രൈവറ്റ് കീ എന്ന സ്ഥലത്ത് പ്രൈവറ്റ് കീ കോപ്പി പേസ്റ്റ് ചെയ്യുക. അത് രണ്ടും മാത്രമേ നമുക്ക് ചെയ്യാവുള്ളൂ. അത് രണ്ടും ചെയ്തിട്ട് നമുക്ക് മറ്റേലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റർ അടിക്കാം. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമുക്കറിയാം ഇനി നമ്മൾ റൺ ചെയ്ത നോഡ് ശരിയായോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുശേഷം കുറച്ചധികം നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു സെക്ഷൻ വരും. അതിനകത്ത് നമ്മുടെ നോഡ് കറക്റ്റായിട്ട് റണ്ണായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു വട്ടം കൂടിയും ഓപ്റ്റിൻ അമർത്തിയിട്ട് ട്രാൻസാക്ഷൻ അക്സെപ്റ്റ് ചെയ്യണം. അത് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് കാണാം നമ്മുടെ ഓൾറെഡി നോഡ് സക്സസ്ഫുൾ ആയി റണ്ണായി തുടങ്ങി. ഇത് RPC എറർ കാരണമാണ് മിസ്സിംഗ് ഡാറ്റ എന്ന് കാണിക്കണേ. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഗ്രീനിൻ്റെ കളറുള്ള ഒരു ഇത് വരുന്ന നോക്കാം. അപ്പോൾ ഇതിൻ്റെ RPC എറർ ഭയങ്കര ശോകമാണ്. അപ്പോൾ നമുക്ക് RPC ചേഞ്ച് ചെയ്യാനുള്ള വഴി നോക്കാം. അതിന് വേണ്ടിയിട്ട് ആൽക്കമി എന്നുള്ള സൈറ്റിലേക്ക് പോവാം. ജസ്റ്റ് നമ്മുടെ Gmail വെച്ചിട്ട് ഇതിൽ സൈൻ ഇൻ ചെയ്യുക. നമ്മുടെ ഡാഷ്ബോർഡ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ ആപ്സിൻ്റെ സെക്ഷനിലേക്ക് പോവുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നെറ്റ്വർക്ക്സ് സെലക്ട് ചെയ്യുക. ഇതിൽ ഇതേറിയം RPC ഉണ്ടല്ലോ, ഈ RPC കോപ്പി ചെയ്യുക. എന്നിട്ട് ടെലഗ്രാമിൽ എവിടെയെങ്കിലും പോയി സേവ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം RPC കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഈ എറർ വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ നമുക്ക് ഈ ഒരു കമാൻഡിലാണ് നമുക്കിത് ആഡ് ചെയ്യാനുള്ളത്. ഈ ഒരു കമാൻഡിൽ യുവർ RPC എന്നുള്ള സ്ഥലത്ത് നമ്മുടെ ഈ RPC അഡ്രസ്സ് കോപ്പി ചെയ്യണം. രണ്ട് ബ്രാക്കറ്റും കളയണ്ട, ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ സെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ കോഡ് കോപ്പി ചെയ്യണം. ഇതിൽ വരാം, Ctrl+C പ്രസ് ചെയ്യുക. എന്നിട്ട് Ctrl+Shift ചെയ്ത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക.
അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ലോക്സ് റൺ ചെയ്യുക. നമുക്ക് നോക്കാം എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടോയെന്ന്. ഇനി വീണ്ടും വീണ്ടും എറർ വരാണെങ്കിൽ നമുക്ക് പബ്ലിക് RPCകൾ അവൈലബിൾ ആണ്, അത് വെച്ചിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വർക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ എന്നാലും എറർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പല പല RPCകൾ ഇട്ട് ട്രൈ ചെയ്യാം. അതിലേതെങ്കിലും നല്ലതൊന്ന് വർക്കാവും, അപ്പോൾ അത് കീപ്പ് ചെയ്യാം. ഞാൻ ഒരെണ്ണം കൂടി ജസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് വട്ടം ഈ വീഡിയോ ഞാൻ ട്രൈ ചെയ്യണം. പല സമയത്തും പല എററുകൾ വന്നു, വീഡിയോ ലോങ്ങായി പോയി, മാറ്റി വെച്ച് കുറേ മണിക്കൂറുകൾ ചെയ്ത വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ജോയിൻ ചെയ്യാം. ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോ നമുക്ക് ഒറോച്ചി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. അതെങ്ങനെ VPS യൂസ് ചെയ്തിട്ട് മൈൻ ചെയ്യാനുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അതിൽ നമുക്ക് VPSൽ നമുക്ക് ക്രോമിയം എന്ന് പറഞ്ഞ ക്രോം പോലെ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.